എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ 2 ആഴ്ച കൂടുതലായി കേട്ടോ വോയിസ് ഓവർ ഇട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനോ വോയിസ് ഓവർ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നുമുള്ളൊരു സാഹചര്യത്തിലല്ലായിരുന്നു കേട്ടോ. സമയത്ത് ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും പനി വരാത്ത ഒരു വീടും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ആരെ കണ്ടാലും പനിയായിരുന്നു, മക്കൾക്ക് പനിയായിരുന്നു, ഞങ്ങൾക്ക് പനിയായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരേ ഉള്ളൂ. ഇവിടെയും ഇത് തന്നെയായിരുന്നു കേട്ടോ ഗതി. എൻ്റെ ആ കുഞ്ഞുമോക്കാണ് ആദ്യം പനി വന്നത്. പനി 2 ദിവസം കഴിഞ്ഞിട്ട് മാറിയെങ്കിലും അവൾക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു കേട്ടോ. ആൾക്ക് 1.5 വയസ്സേ ഉള്ളൂ, അധികം സംസാരിക്കാനും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവളുടെ എന്താ അസ്വസ്ഥതയെന്ന് പറയാനോ ഒന്നും ആയിട്ടില്ലായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും മനസ്സിലായതുമില്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് മൂത്തയാൾ ആഹാരം ഒന്നും കഴിക്കാൻ വയ്യ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ നോക്കുന്നത് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് അറിഞ്ഞത് തക്കാളിപ്പനിയായിരുന്നു. 2 പേർക്കും തക്കാളിപ്പനിയായിരുന്നേ. പക്ഷേ എൻ്റെ മൂത്ത മോൾക്ക് മുൻപ് തക്കാളിപ്പനി വന്നിട്ടുണ്ട്. അവൾക്ക് ഈ ഉള്ളം കൈയിലും കാലിലും ഒക്കെ ചുമന്ന നിറത്തിൽ അത് കുരുകുരാന്നിട്ടൊക്കെ വന്നതായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ 2 പേർക്കും ആ ഒരു ലക്ഷണം ഇല്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ തക്കാളിപ്പനി എല്ലാവർക്കും ഒരുപോലെയല്ല വരുന്നതെന്ന്. എന്തായാലും 2 പേരും ഒരു 2 ആഴ്ച നല്ല പാടുപെട്ടു കേട്ടോ. ആഹാരം ഒന്നും ഉറക്കാൻ വയ്യായിരുന്നു, വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു 2 പേർക്കും. അതുകൊണ്ട് ഈ 2 ആഴ്ച എനിക്ക് അവരുടെ പുറകെ നടക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എൻ്റെ ചെടികളെ ഒന്ന് നേരെ ശ്രദ്ധിക്കാനോ പിന്നെ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ ചെയ്യാനോ ഒന്നിനും ഒരു സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നേ. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർക്കും വീഡിയോ കാണുന്നവർക്കും അറിയാം, ഞാൻ എൻ്റെ ചാനലിലിപ്പോൾ AI ഷോർട്സാണ് ഇടുന്നത് കേട്ടോ. ഗാർഡനിങ് ടിപ്സ് തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ AI ഷോർട്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഞാൻ ചെയ്തും കണ്ടും എനിക്ക് നേരിട്ട് അറിവുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ AI ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാം ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളും എനിക്ക് കണ്ടറിവുള്ള കാര്യങ്ങളും തന്നെയാണ് കേട്ടോ. തുടർന്ന് ഞാൻ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് AI ഷോർട്സ് തന്നെ ആക്കിയിട്ട് നമ്മുടെ റിയൽ വ്ളോഗ് ഇതുപോലെ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഈ ബ്ലീഡിങ് ഹാർട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളെ മുന്നേ കാണിച്ചിട്ടുണ്ടേ. അത് ആദ്യമായിട്ട് പൂത്തിട്ടുണ്ടേ. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇതിൽ മൊട്ട് വന്നപ്പോഴത്തേക്കും. വളർന്നു പോകാതിരിക്കാൻ ഞാൻ പ്രൂൺ ചെയ്തിട്ടേക്കുകയാണേ. അപ്പോൾ ഇനി പുതിയ ശിഖരം വരുമ്പോൾ അതിലെല്ലാം പൂക്കൾ വരുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ബോഗൻവില്ല എല്ലാം ഞാനൊന്ന് പ്രൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടേ. മഴ സമയമല്ലേ, നല്ല തളിരൊക്കെ വരട്ടെ. വേറൊരു ചെടി കാണിക്കാമേ. നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് തന്നെയാണ് നമ്മുടെ ഈ ബോംബെ മല്ലി. ഞാനിത് നടുന്നതും കെയർ ചെയ്യുന്നതും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ ചെടികളുടെ പുറകിൽ മതിലിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഹെലിക്കോണിയ നട്ടിട്ടുണ്ടേ. ഹെലിക്കോണിയ മതിലിനൊരു ഭംഗിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഹെലിക്കോണിയ അങ്ങനെ നിൽക്കുന്നത്. മതിലൊന്ന് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കിയെടുത്ത ഹെലിക്കോണിയ അവിടെ തിളങ്ങി നിൽക്കും. നഴ്സറിയിലും ഓൺലൈനും ഒക്കെ ഈ ഒരു ചെടി വാങ്ങണമെങ്കിൽ ചെടിക്ക് 40 രൂപ വില വരുവേ. പക്ഷെ ഞാനിത് റോഡ് സൈഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഈ പറക്കുന്നളിക സിനിമയിലെ ബസ് വരുന്നത് പോലെ ഞാനിതെല്ലാം കൂടെ വണ്ടിയിൽ വെച്ചുകൊണ്ട് കൊണ്ടുവന്നത്. ബാക്കി ചെടി വിശേഷം പിന്നെ പറയാം. ബായ്.